എൻ്റെ പേര് ജോമോൻ പോൾ. ഞാൻ അത്താണി മേക്കാട് എൻ്റെ വീട്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അമ്മയുടെ കൂടെയാണ്, എൻ്റെ അമ്മയുടെ കൂടെ. ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായില്ല, പക്ഷെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയമാണ്. കസ്റ്റംസിൽ ഞാനൊരു ഷെഫാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ജോബും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അവിടെ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടിയൊക്കെ എടുത്ത് വന്ന ടൈമിൽ ഞാനപ്പോൾ അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ആദ്യമായിട്ട് ഇവിടെ വന്നായിരുന്നു അമ്മയുടെ കൂടെ. ആ സമയം എനിക്ക് കോയമ്പത്തൂർ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പം എന്നെ ഇങ്ങനെ കാണുന്നത് തന്നെ അമ്മയുടെ ഒരു ശക്തി തന്നെയാണ്. അതിന് പറയാൻ പറ്റില്ല, ആ അളവിലുണ്ട്. കാരണം നിങ്ങൾക്ക് ചത്ത് ജീവിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക്. കാരണം എൻ്റെ ഫേസിൽ 5 പ്ലേറ്റും 42 സ്ക്രൂവും തല പൊളിച്ച് 58 സ്റ്റിച്ച് ഇട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതുവരയ്ക്കും ഒരു ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അതൊരു ഏറ്റവും വലിയ സാക്ഷിയോ എൻ്റെ അമ്മയോട് പറയാനുള്ളത്. അമ്മ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. ഈ നിമിഷം വരയ്ക്ക് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ തണലായിട്ട്. എനിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, പക്ഷേ എൻ്റെ അമ്മ എൻ്റെ കൂടെ, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ് വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനാണ് വന്നേക്കുന്നത്. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കിട്ടില്ല എന്നാണ് എൻ്റെ നാട്ടിൽ അറിയിച്ചത്. ആ സമയം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ട് ചിക്കൻ്റെ ലെൻസിൽ കയറിയായിരുന്നു. അത് ഞാൻ കോയമ്പത്തൂർ എന്നെ സർജറി ചെയ്യാൻ, നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം ഒരു സർജറി ചെയ്യണമെന്നെങ്കിൽ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെയും അംഗീകാരം ഇല്ലാണ്ട് സർജറി നമ്മുടെ ദേഹത്ത് കത്തി വയ്ക്കില്ല. ആ സമയത്ത് എന്നെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സീനിയർ ഓഫീസറിൻ്റെ ഒരു സൈനോടുകൂടി എന്നെ സർജറി ചെയ്തു. അത് എൻ്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എൻ്റെ അമ്മയുടെ കണ്ണീരിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റിയേക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മാതാവ് ഈ നിമിഷം വരയ്ക്ക് എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്നെ സർജൻ ചെയ്ത ഡോക്ടർ, നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ്, എൻ്റെ തല ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാലെൻ്റെ കീറിയിട്ടുണ്ട്. ഞാൻ ഷെഫായതുകൊണ്ട് എനിക്ക് ഹീറ്റ് കൊള്ളാൻ പാടില്ല എൻ്റെ മുഖത്ത്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് 3 ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്തു. എനിക്കെൻ്റെ ജീവനിൽ പേടിയില്ല. കാരണം എൻ്റെ മാതാവ് തന്ന ജീവൻ മാതാവ് പറയാണ്ട് ഇനി ഒരു കാലത്തും എടുക്കില്ല, അത്രയ്ക്ക് ഉറപ്പിട്ടിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കല്യാണം കഴിഞ്ഞത്. കാരണം ഇങ്ങനൊരു തല ഇല്ലാത്ത ഒരാളെ കെട്ടാനൊരു പെങ്കൊച്ച് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് വന്നൊരു നേഴ്സായിരുന്നു. പക്ഷെ അതും എൻ്റെ മാതാവിൻ്റെ കൂടെ നിന്ന് അത്രത്തോളം എന്നെ കൈപിടിച്ച് അവരെ കൂടെ നടത്തി. ഞാൻ പുറത്തേക്കൊന്നും പോവാത്തൊരു വ്യക്തിയാണ്, എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ആ സമയം ഇവിടെ ഞാൻ നിന്നു. വൈഫിവിടെ ജോലി ഇല്ല എൻ്റെ, അപ്പോൾ എൻ്റെ ജോലിയിലാണ് വർക്ക് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ മംഗലപ്പുഴ സെമിനാറിൽ കുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വൈഫ് പ്രഗ്നൻ്റായി. കൊറോണ മേജർ, അതായത് 12 ലിറ്റർ ഓക്സിജനിൽ എന്നോട് ഡോക്ടർ വിളിച്ച് അവിടെ നിന്ന് പറയുന്നത്, നീ സർജറിക്ക് വൈഫിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൊച്ചിനെയും അമ്മയും കിട്ടില്ല എന്നാണ് എന്നെ പറഞ്ഞത്. ഞാൻ അവിടെ വിളിക്കാത്ത ദൈവങ്ങളില്ല, മാതാവിൻ്റെ അടുത്ത് പറയാത്ത കണ്ണീരില്ല, അത്രമാത്രം മുട്ടുകുത്തി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മാതാവിൻ്റെ കൂടെ എപ്പോഴും അന്നും ഇന്നും 12 ലിറ്ററിലാണ് ഓക്സിജൻ എന്നെ കയറ്റിയപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞ് എൻ്റെ അടുത്ത് സൈൻ ചെയ്ത് മേടിച്ചതാണ്. 2 പേരെ കിട്ടില്ല, ഇതിൽ ഞങ്ങൾ ഉത്തരവാദിത്വം അല്ല എന്നാണ് എൻ്റെ സൈൻ ചെയ്ത് മേടിച്ചത്. എന്നിട്ട് ഞാൻ 3 ദിവസം അവിടെ കണ്ണീരൊഴിച്ച് നിന്നു മാതാവിൻ്റെ മുമ്പിൽ ഇത് പ്രാർത്ഥിച്ച്. പക്ഷേ അവിടെയും എൻ്റെ മാതാവ് കൈവിട്ടില്ല, 2 പേരെ എനിക്ക് തന്നു. പക്ഷേ ഇത്ര കഷ്ടതകൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും, കൃപാസനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ബൈബിള് പറ്റാവുന്ന ടൈമിൽ ബൈബിൾ വായിക്കും, അരമണിക്കൂറെങ്കിലും വായിക്കാറുണ്ട്. പിന്നെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന, ജപമാല ചെല്ലുന്നത്, അഖണ്ഡ ജപമാലയ്ക്ക് കൂടുന്നത്, അങ്ങനെ എല്ലാത്തിലും ഞാൻ എൻ്റെ സമയങ്ങളിലല്ല. ഞാൻ കോയമ്പത്തൂരായിരുന്നു. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂരായിരുന്നപ്പോൾ പോലും ഞാൻ അവിടെ നിന്ന് എൻ്റെ പള്ളിയിൽ അഖണ്ഡ ജപമാല ഉണ്ടാകുമ്പോൾ, മേക്കാട് പള്ളിയിൽ അഖണ്ഡ ജപമാല, ഞാൻ ബൈക്കിന് ഇവിടെ വന്ന് ജപമാല കൂടിയിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം അത്ര എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മാതാവിനെ, എന്നേക്കാളും ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞായി പെങ്കൊച്ചായിരുന്നു. കൊച്ചിൻ്റെ പേര് സേറ മറിയ ജോമോ എന്നാണ്. പക്ഷേ കൊച്ചിന് 3 ഹോള് ഹാർട്ടിൽ. ഞാൻ ഒന്നും പറഞ്ഞില്ല, മാതാവിനോട് നന്ദിയേ പറഞ്ഞോളൂ.
കാരണം എനിക്ക് ഇത്രയ്ക്കും സങ്കടം തന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അത്രമാത്രം സ്നേഹനിധിയായ മാതാവ് എൻ്റെ കൂടെ. ആ 3 ഹോളിൽ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ഇത് അടഞ്ഞില്ലെങ്കിൽ 2 ഹോൾ അടയും, പക്ഷേ 1 ഹോൾ അടയാൻ ചാൻസ് ഇല്ല, ഇല്ലെങ്കിൽ വാൽവ് കപ്ലിങ് ഇടണമെന്നാണ് പറഞ്ഞത്. എനിക്കതറിയുള്ളൂ, കാരണം എനിക്ക് നേഴ്സിംഗ് വിഭാഗത്തിൽ അറിയില്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞ് എന്നോട് സുരക്ഷ കപ്ലിങ് ഇട്ടാൽ മാത്രമാണ് അത് കറക്റ്റ് ആവുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ മാതാവിനോട്, മാതാവ് കുഞ്ഞാണ്, അവൾ 2.5 വയസ്സ് ആവണുള്ളൂ ഇപ്പോൾ അവൾക്ക്. അപ്പോൾ അത് ഒന്നും അറിയാത്ത കൊച്ചാണ്, പ്രതിരോധശേഷി ഒട്ടുമില്ല അവൾക്ക്. മാതാവിൻ്റെ കാരണം കൊണ്ട് ഞാൻ ആ സമയത്ത് അത്രം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം അവളുടെ നാക്കത്ത് എല്ലാ ടൈമിലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അമ്മയുണ്ടെങ്കിൽ അമ്മ ചെല്ലും, അല്ലെങ്കിൽ അമ്മ ചെല്ലുമ്പോൾ അവളുടെ വിശ്വാസമാണ് ചെല്ലി നാക്കത്ത് തൈലം കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകാൻ, വൈഫ് പുറത്തേക്ക് പോയി, UK പോയി. അത് കഴിഞ്ഞ് ഞാനും പോയി. പക്ഷെ കുഞ്ഞ് ഇവിടെയായിരുന്നു, അമ്മാമ്മയുടെ കൂടെ. ഇവിടെ കുഞ്ഞും അപ്പാപ്പൻ്റെ കൂടെയായിരുന്നു. പക്ഷേ അവൾ എനിക്ക് വന്നപ്പോൾ തന്ന ഒരു സന്തോഷം, എൻ്റെ കൊച്ച് ഇപ്പം ഈ 2.5 വയസ്സിൽ അമ്മ അവിടെ കൂടെ ഇരുന്ന് നന്നായിട്ട് ബൈബിൾ വായിക്കും. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വായിക്കും. ഞാൻ പോലും ഇത്ര പെടുത്ത് ക്ലിയറായിട്ട് വായിക്കില്ല. അത്രമാത്രം മുട്ടുകൊത്തി നിന്ന് ആ കൊച്ച് പ്രാർത്ഥന ചെല്ലും ഞങ്ങളുടെ കൂടെ നിന്ന്, അവൾക്കറിയാവുന്ന രീതിയിൽ. അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം മാതാവ് അവളുടെ ഹോള് അടച്ചു. ഞാനിപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ്, ഞങ്ങൾ അപ്പോളോയിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ അവളുടെ ഹോളുകളെല്ലാം അടഞ്ഞു, അവൾ ക്ലിയറായി. ഞാൻ മാതാവിനോട് അവിടെ ഇരുന്നും പ്രാർത്ഥിച്ചത്. ഇവിടെ പോണയ്ക്ക് മുമ്പാണ് ഞാൻ വന്ന് 23-ലാണ് ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം, അതിൽ എനിക്ക് മാതാവ് അവളെ എപ്പോഴും എന്നോട് മാതാവ് എന്തൊക്കെ സ്നേഹം കൂടെ എൻ്റെ കൂടെ ഉണ്ടോ, എൻ്റെ കൊച്ചിൻ്റെ കൂടെ മാതാവ് ഉണ്ടാവണം എപ്പോഴും, ജീവിതകാലം മൊത്തം. കാരണം അത് മതി ഈ ലോകത്തിൽ, വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും ഈ ലോകത്തിൽ ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവിടെ നിന്ന് ഞാൻ കയറി വന്നതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് ഈശോയും എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം അവർ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് ഉറപ്പുണ്ട്, എന്നെക്കാളും കൂടുതൽ ഉറപ്പുണ്ട്. അത് മാതാവ് എപ്പോഴും കൃപാസന മാതാവ് അവളുടെ കൂടെ ഇപ്പോഴും. അവൾ ഭംഗിയായിട്ട് മാതാവിൻ്റെ പാട്ട് പാടാൻ കേൾക്കാൻ തന്നെ ഭംഗിയാണ്, അത്രമാത്രം അവളുണ്ട്. അതുകൂടാണ്ട് ഒരു സാക്ഷ്യം കൂടിയും പറയാനുള്ളത്, എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കാര്യം അറിയില്ല. കാരണം ഞാൻ സംസാരിക്കും മലയാളത്തിൽ, പക്ഷേ ഇംഗ്ലീഷ് പറയാനോ സംസാരിക്കാനോ സംസാരിക്കാൻ നമുക്കറിയില്ല, ഒട്ടും അറിയില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ UK ചെന്ന്. എൻ്റെ വൈഫ് ഇംഗ്ലീഷ് സംസാരിക്കും, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് 6 മാസത്തോളം ജോലി ഇല്ലാണ്ടിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല. ഞാൻ ഷെഫിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്തു. പക്ഷേ ഇംഗ്ലീഷ് ഫുഡ് അല്ലാണ്ട് നമുക്കവിടെ ഇന്ത്യൻ ഫുഡിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് കയറാം, പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഞാനൊരു ഹോട്ടലിൽ ചെന്ന് അവർക്ക് ട്രയൽ അടിച്ചു. പക്ഷെ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തു. പക്ഷെ അവർക്ക് പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഇതിൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പോന്നു, വീട്ടിൽ വീണ്ടും സങ്കടം. ഞാനപ്പോൾ ഓൺലൈനായിട്ട് എനിക്കിവിടെ വരാൻ പറ്റുക ചെയ്യാണ്ട് ഓൺലൈനായിട്ട് ഞാൻ ക്യാൻഡിൽ പ്രയർ എടുത്തായിരുന്നു. ക്യാൻഡിൽ പ്രയർ എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കെയർ ജോബ്, എൻ്റെ ലൈഫിൽ പോലും ഞാൻ ഒരു നേഴ്സ് എന്ന് പറഞ്ഞൊരു ചിന്ത എൻ്റെ ലൈഫിലേക്ക് വരാത്തൊരു ജോബാണ്. അതും 90 വയസ്സുള്ള കാരണവന്മാരെ ശുശ്രൂഷിക്കാൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം. അത് അവരുടെ അടുത്ത് പോയി സംസാരിക്കാനോ എനിക്ക് ഒന്നും അറിയില്ല. എന്നാലും ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ അടുത്ത് കാശ് രൂപം എടുത്ത് കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ അടുത്ത് വരുന്നത് 2 ഡെപ്യൂട്ടീസാണ് വരുന്നത്. അതൊന്നും ഗാന എന്നുള്ള ഒരു നീഗ്രോ വംശകനും പിന്നെ ഒന്ന് ഇംഗ്ലീഷുകാർ മാഡമായിരുന്നു, 2 പേരും. പക്ഷെ അവർക്ക് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവരെന്നെ പാസ്സാക്കി. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക്, പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന 2 പേര് ഫെയിൽഡായി. എൻ്റെ കൂടെ തന്നെ മലയാളീസായിരുന്നു, പക്ഷെ 2 പേര് ഫെയിൽഡായി. എനിക്കറിയില്ല എന്താണ് ഞാൻ സംസാരിച്ചെന്നോ എന്താണ് പറഞ്ഞതെന്ന് പോലും. കാരണം എന്തിൻ്റെ വേടെന്ന് പോലും എനിക്കറിയില്ല. ഇംഗ്ലീഷിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയറായിട്ട് ഇവിടെ നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെന്ന് അത് ചെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഇതെല്ലാം എനിക്ക് കിട്ടി. ഞാനത് കിട്ടിയതിന് ശേഷം ആണ് ഇവിടേക്ക് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൂടാണ്ട് എനിക്ക് എൻ്റെ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ ചുറ്റും വർക്ക് ചെയ്ത്
എല്ലാവരും കൃപാസനത്തിൽ വർക്ക് ചെയ്ത് കൃപാസനം വന്ന് കണ്ട എല്ലാവരുമാണ്. ഒരുപാട് പേര് എനിക്ക് കൃപാസനത്തിൽ അവിടെ ചുറ്റുമുണ്ട്. എൻ്റെ മാതാവ് എന്ത് ഹെൽപ്പിന് വേണോ എന്തിനു വേണോ എനിക്ക് കൃപാസനത്തിൻ്റെ എന്ത് വേണം. അതുകൂടാണ്ട് എനിക്കവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു ഹിന്ദു ചേച്ചിക്ക് NHS ജോലി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവർക്ക് കൊടുത്തു. അവർ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഒരു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് തിരിയും തൈലവും മേടിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് കിട്ടും, ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നതിനേക്കാളും വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ള ധൈര്യമുണ്ട്. ഞാനത് പറയാറുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരായിരുന്നാൽ പോലും 3 ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. ഇന്നലെ ഒരു ഫ്രണ്ട് വന്നു പോയിരുന്നു ഫാമിലിയായിട്ട്. ഞാനത് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അത് കമ്പനിയിൽ നിന്ന് വരുന്നൊരു ഐറ്റം, ഇത്രയും ലോകം ചുറ്റി വരുന്നൊരു കമ്പനിയിൽ നിന്ന് വരുന്ന ഐറ്റത്തിന് നമ്മൾ അത്ര വിശ്വസ്ത കൊടുത്ത് നമ്മളൊരു എടുക്കുന്നുണ്ടെങ്കിൽ, 1 കോടിയുടെ വരെ വാച്ചുണ്ട്. പക്ഷെ ആ വാച്ച് എടുക്കുമ്പോൾ നിന്ന് പോകാം, നിൽക്കാണ്ടിരിക്കാം, ഓടാം. പക്ഷെ നമ്മളതിന് കൊടുത്ത വിശ്വാസത്തിലാണ് നമ്മൾ എടുക്കുന്നത്. മാതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അത്ര ഇത് വേണ്ടത്. നിങ്ങളൊരു ചെറിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യമായിട്ടും ഇവിടെ വന്ന് 100 കോടി ജനങ്ങൾ വന്നാലും കൊടുക്കും മാതാവ്. അത്രയ്ക്ക് ഉറപ്പ് ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതം കൊണ്ട്. കാരണം ഈ നിമിഷം വരയ്ക്കും എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോലും ഞാൻ ചെക്കപ്പ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ബോൺ കുത്തിയാണ് ശരിക്കും തലയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇതെടുക്കുന്നത്. എനിക്കിതുവരെ ഒരു ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല. അത്രമാത്രം എന്നെ മാതാവിൻ്റെ കരവലയത്തിൽ കൊണ്ടുപോയി നടക്കുന്നത്. അത്രയ്ക്ക് സപ്പോർട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച ദൈവാനുഭവമാണ് പറഞ്ഞത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയുന്നുള്ളൂ. ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് കയറി ഈ അൾത്താര വരെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും പിന്നീട് ദൈവം വരുത്തുവാനായിട്ട് ഇടവരുത്തിയില്ല. അതിനുശേഷം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അതിനുശേഷം ഒരുപാടേറെ കാര്യങ്ങൾ ഇപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. അപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോഴും അതിൽ കുറച്ച് ബുദ്ധിമുട്ട്, ഹൃദയത്തിൽ കുറച്ച് ഹോളുകളുണ്ട്. എങ്കിലും അവർ പരിശുദ്ധ അമ്മയിൽ ഒരു ബുദ്ധിമുട്ടോ കുറ്റമോ ഒന്നും പറയാതെ വീണ്ടും മുടങ്ങാതെയുള്ള പ്രാർത്ഥന മുടക്കി മുന്നോട്ട് പോകുന്നു. പിന്നീട് പറയുന്ന സാക്ഷ്യങ്ങളാണ്. അതിൽ പരിശുദ്ധ അമ്മയോടും അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ആ കുഞ്ഞിനുണ്ടാകുന്നൊരു പ്രത്യേക അടുപ്പവും സ്നേഹവും കാണുമ്പോൾ മാതാവ് തന്നെ ആ കുഞ്ഞിനെ ദൈവം നൽകിയതാണെന്ന് തരത്തിൽ ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു പക്വതയും പാകതയും ജ്ഞാനവും ഉള്ളൊരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നു. അതിനുശേഷം ഇപ്പം ഇവിടെ പറയുന്നത് പോലെ ഇപ്പം ലാംഗ്വേജ് അറിയിൽ അത്രയും പ്രാവീണ്യം ഇല്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉടമ്പടി ഭാഷയിൽ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ മെറിറ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ദൈവം എടുത്തുയർത്തിയതുപോലെ ഒരു ജോലി ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നു. അവിടെയും ഉടമ്പടി എടുത്തവരുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത കുറച്ച് പേരുടെ സാന്നിധ്യം ഈ വ്യക്തിയെ കൂടുതൽ ഒരു കൃപയിൽ നിലനിർത്തും. അത് നമ്മളെപ്പോഴും ഇവിടെ പറയാറുണ്ട്. ഇവിടെ ജാതിയും മതത്തിനും അപ്പുറം ഉടമ്പടി എടുത്തവർ ഒരുമിച്ച് വരുന്നത് എപ്പോഴും ഉടമ്പടി ജീവിതത്തിന് അത് സഹായകമാകും. വിശ്വാസത്തിൽ ഉടമ്പടി ജീവിക്കുന്നവർക്ക് അതെവിടെയായിരുന്നു ഒരുപാട്, കാരണം വിദേശ നാടുകളിൽ ഒരുപാട് ഉടമ്പടി കൂട്ടായ്മകളുണ്ട്. അവരൊക്കെയും വലിയ വലിയ മനോഹരങ്ങളായിട്ടുള്ള ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ എത്താറുണ്ട്. ഓൺലൈനിലൂടെ മറ്റും നമ്മുടെ സാക്ഷ്യങ്ങളും മറ്റും അറിയിക്കാറുണ്ട്. അപ്പം ഇങ്ങനൊരു കൂട്ടായ്മയിൽ ചെന്നപ്പെടുവാനായിട്ട് ദൈവം ഇടവരുത്തി. അവിടെയും ഒരു വിശ്വാസത്തോടെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചും പറയുവാനുമൊക്കെ ഇടവരുത്തുവാനായിട്ടൊരു അനുഭവം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്കൊരു പ്രചോദനമാവണം. കാരണം ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ ദൈവം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയും ദൈവം ഇതുപോലെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കവിധമുള്ളൊരു ദൈവാനുഭവവും ഒരു ബോധ്യവും ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. അതിന് ചവിട്ടുപടിയായിട്ട് വന്നിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും. പക്ഷേ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ നമ്മൾ കണ്ട് കേട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ സാക്ഷ്യവും ഉടമ്പടിയെടുത്ത് നമുക്ക് ഒരു സഹായകമാകട്ടെ എന്നും പരിശുദ്ധ അമ്മ വഴി ഈ വ്യക്തിക്ക് കൊടുത്ത വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് സിമി എഡിസൺ. ഇതെൻ്റെ മകനാണ് ഡാമിയൻ. ഞങ്ങൾ വരുന്നത് ചെന്നൈയിൽ നിന്ന്, പെരമ്പൂർ എന്ന് പറയും. എൻ്റെ ഇടവക സെൻറ്റ് ജോസഫ് പെരമ്പൂർ.
ഞാൻ എൻ്റെ മകൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ അമ്മയുടെ തിരുവൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ മകന് കഴിഞ്ഞ വർഷം 2023 ജൂലൈ മാസം വിട്ട് കുറേ ദിവസം അധികം പനി വരികയും വല്ലാത്ത ജലദോഷവും ചുമയും അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ അവൻ മൂക്ക് ചീറ്റുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ സ്പോട്ട്സ്, ചുമച്ച് കഫം തുപ്പുമ്പോഴാണെങ്കിലും അത് മുഴുവൻ ചോരയുടെ കട്ട, പിന്നെ അതോടൊപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ശരീരത്ത് കൈകളിലും കാലുകളിലുമായിട്ട് ബ്ലഡിൻ്റെ പാച്ചസ്, ചതഞ്ഞ പോലെ ഒരുമാതിരി ബ്ലൂയിഷ് പാച്ചസ് പോലെ അനുഭവപ്പെട്ടു. ഞങ്ങൾ പീഡിയാട്രീഷ്യനെ കാണിച്ചു. പീഡിയാട്രീഷ്യന് ഡൗട്ട് തോന്നിയിട്ട് CBC എന്ന് പറയും, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ബേസിക്കായിട്ടൊരു ബ്ലഡ് ടെസ്റ്റാണ്, അത് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോഴേക്കും ഡോക്ടറിന് എന്തോ സംശയം തോന്നി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മകനെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 5, 2023 കാലത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഡോക്ടറെ കാണിച്ച് അവിടുത്തെ പ്രിലിമിനറി ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും വല്ലാതെ വിഷമിച്ചു ഞങ്ങൾ. അതോടൊപ്പം ഞങ്ങൾ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നെ വിശദമായ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ചെന്നൈ അപ്പോളോ ലാബിലേക്ക് ബ്ലഡ് ടെസ്റ്റുകൾ സെൻഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ടൈപ്പ് അറിയാൻ സാധിച്ചു. അപ്പോൾ ഇത് പ്രോമൈലോസൈറ്റിക് ലുക്കീമിയ ആണ് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വിശദമായ ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചു 46% ക്യാൻസർ സെൽസ് ബ്ലഡിലുണ്ട്. ഉടനെ തന്നെ നമുക്ക് കീമോതെറാപ്പി തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ മോന് ഹൈ റിസ്ക് കേസ് ആയതുകൊണ്ട് അന്ന് തന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ICUയുടെ ഉള്ളിൽ തന്നെ ഒരു ഐസൊലേഷൻ റൂമിലേക്ക് അവനെ മാറ്റി. ബിക്കോസ് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവരുത് എന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഒബ്സർവേഷനും മോണിറ്ററിൽ കണക്ട് ചെയ്യുകയും ഇൻഫെക്ഷൻ ചെസ്റ്റിലുണ്ടായിരുന്നത് കൊണ്ട് IV ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എല്ലാം തുടങ്ങി, മെഡിസിൻസ് എല്ലാം തുടങ്ങി. എന്നിട്ട് 7-ാം തീയതി കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, മമ്മി എനിക്ക് യൂക്കറിസ്റ്റ് സ്വീകരിക്കണം, നമ്മുടെ അച്ഛനോട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സിന് പെർമിഷൻ ചോദിച്ചപ്പോൾ പെർമിഷൻ കിട്ടി. അച്ഛൻ വന്ന് അവൻ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതോടുകൂടിയാണ് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. ബിക്കോസ് അവൻ തന്നെയാണത് ആഗ്രഹിച്ച് ചോദിച്ചത് ഈശോനെ. പിന്നെ ഒരാഴ്ചയോളം ഞങ്ങൾ ICUലായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ വൈറ്റ് ബ്ലഡ് സെൽസ് കൂടി വരികയായിരുന്നു. പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ തീരെ കുറവ്, 17,000 ഉണ്ടായിരുന്നുള്ളൂ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഡോക്ടേഴ്സ് ഇടയ്ക്ക് വന്ന് ചോദിക്കും, ഇവൻ്റെ യൂറിനിൽ ബ്ലഡ് ഉണ്ടോ, ചെവിന്നോ മൂക്കിന്നോ എവിടെന്നെങ്കിലും ബ്ലഡ് ഒഴുകി വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അതൊന്നുമില്ല. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ചുമയിലുണ്ടായിരുന്ന ബ്ലഡ് സ്പോട്ട്സ് പോലും തീരെ ഇല്ലാതായി. ഇവിടെ കഴിഞ്ഞ വർഷം എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ആ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് മുതൽ തന്നെ മോനെ അതെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ പരിപൂർണമായി ഈശോയിൽ ശരണപ്പെട്ടു. ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളുടെ മോനെ രക്ഷിക്കേണ്ട ഈശോ മാത്രമാണെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം അവനുണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ധ്യാനഗുരുക്കന്മാരും പിതാക്കന്മാരും ഞങ്ങളുടെ ഇടവകയിലെ ആൾക്കാരും ബന്ധുക്കളും എല്ലാവരും ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് മാതാവിൻ്റെ വലിയ സംരക്ഷണം കാണുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് കൂടെ തന്നെ ഉണ്ടെന്നുള്ളത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഇവനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ സ്ലോലി കൗണ്ട്സ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സും ബ്ലഡും ഒക്കെ കുറഞ്ഞിരുന്ന അവസ്ഥയിൽ ഒരു 2 തവണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും 4 തവണ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും വേണ്ടി വന്നു. പിന്നെ ഇവൻ്റെ കീമോതെറാപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 30 ദിവസമാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ 30 ദിവസം ഇഞ്ചക്ഷൻ കൊടുക്കണം. ആ 30 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ 30 ദിവസം ഞങ്ങൾ പ്രാർത്ഥനയോടും പരിശുദ്ധ കുർബാന കാണും ദിവസം, ബൈബിള് വായിക്കും, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ രൂപം എപ്പോഴും ഞങ്ങളുടെ കട്ടിലേ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആ മമ്മി തന്നിരുന്ന ഉടമ്പടി ലോക്കറ്റ് ഇവൻ്റെ ടീഷർട്ടിൽ എപ്പോഴും പിൻ ചെയ്ത് വെക്കുമായിരുന്നു. അത് കണ്ടിട്ട് ഡോക്ടേഴ്സും നഴ്സസും വരെ ചോദിച്ചിട്ടുണ്ട്, ഇതൊരു പ്രത്യേക തരമാണല്ലോ, ബ്ലൂയിഷ് കളറാണല്ലോ, ഇതെന്താണ്, എവിടുത്തെ മാതാവാണെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരോട്. പിന്നെ 30 ദിവസത്തിന് ശേഷം ഇവൻ്റെ കൗണ്ട്സ് എല്ലാം ഇമ്പ്രൂവ് ആയി. ആദ്യത്തെ സൈക്കിൾ കഴിഞ്ഞു. ഞങ്ങളെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് 2 ദിവസത്തിനകം ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് വീണ്ടും 1 ദിവസത്തെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ
46% ഉണ്ടായിരുന്നത് 1% ആയിട്ട് കുറഞ്ഞു. ഈശോയ്ക്ക് നന്ദി. ആ 1%ന് ശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞത് നമുക്ക് 4 സൈക്കിളും കൂടി കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ ഫുൾ കോഴ്സ് നമ്മുടെ തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ 2 സൈക്കിളും കൂടി ചെയ്യണം, അത് കഴിഞ്ഞാണ് നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഹെയർ ഫോൾ ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള സൈഡ് എഫക്ട്സ് വോമിറ്റിങ്, ലൂസ് മോഷൻ, ക്ഷീണം, വിശപ്പില്ലായ്മ എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ഉപ്പും തേനും മാതാവിൻ്റെ തൈലവും ഇതെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം യാതൊരുവിധ സൈഡ് എഫക്ട്സും മോനുണ്ടായില്ല. ഇവൻ എല്ലാം കാര്യത്തിലും ഇവൻ ആക്റ്റീവായിരുന്നു, വളരെ ഹെൽത്തി ആയിരുന്നു. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് ഞങ്ങൾ പോകുമ്പോൾ ബാക്കിയുള്ള പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇവൻ ശരിക്കും ഇത് തന്നെയാണോ ഇവൻ അസുഖം, ഇവൻ വളരെ നോർമലാണല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു. അത്രമാത്രം മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വീണ്ടും അതിനുശേഷം ഒരു അഡ്മിഷൻ പോലും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ ഡേ കെയർ ബേസിസിൽ തന്നെ ദിവസവും ഇഞ്ചക്ഷന് വേണ്ടി പോയി ഇഞ്ചക്ഷൻ ഇട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിന് ശേഷം സെപ്റ്റംബർ അവസാനത്തോടു കൂടി തന്നെ ബ്ലഡ് സാമ്പിൾസ് എല്ലാം നോർമലായി, ബ്ലഡ് കൗണ്ട്സ് എല്ലാം നോർമലായി, വൈറ്റ് സെൽസും ഹീമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം നോർമലായതുകൊണ്ട് ഡോക്ടർ പള്ളിയിലേക്ക് ഇവൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പള്ളിയിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദിവസം പരിശുദ്ധ കുർബാനയിൽ സംഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചക്ഷൻസ് എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഡിസംബർ വരെ ടോട്ടൽ 3 സൈക്കിൾസ് കഴിഞ്ഞു. അപ്പോൾ ഡിസംബർ ആയപ്പോഴേക്കും ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. PML RA എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. അത് ചെയ്തപ്പോഴേക്കും കംപ്ലീറ്റ് 0% ആയിട്ട് കുറഞ്ഞു, റിസൾട്ട് നെഗറ്റീവായിട്ട് കിട്ടി. അപ്പോൾ ഇതിങ്ങനെ 5 സൈക്കിൾസ് എന്ന് പറഞ്ഞത് കാരണം വീണ്ടും 2 സൈക്കിൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ 2 സൈക്കിളും കൂടി ഞങ്ങൾ വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞ് 2 സൈക്കിളും അതേപോലെ തന്നെ ഡേ കെയർ ബേസിസിൽ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ജേർണി ആയിരുന്നു. എന്നിട്ട് ഏപ്രിൽ മാസം 5-ാം തീയതി ആയപ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് മുഴുവൻ കഴിഞ്ഞു. ഏപ്രിൽ 23-ാം തീയതി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും വീണ്ടും നെഗറ്റീവ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്. 0% തന്നെയായിരുന്നു റിസൾട്ട്. മാതാവ് ഞങ്ങളുടെ ലൈഫിൽ ചെയ്ത ഈ വലിയ അത്ഭുതത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുവാണ്. ഇന്നാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാക്ഷി എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടിയതാണ്. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെല്ലാം പത്രം കൊടുത്തായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ എൻ്റെ മമ്മി ഒരു 2 തവണ കൃപാസനത്തിൽ വന്ന് ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് കൃപാസന പത്രം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതെല്ലാം ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിതരണം ചെയ്തു. പാവപ്പെട്ട പേഷ്യൻസിന് സാമ്പത്തികമായി സഹായിക്കാൻ സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും അനാഥാലയങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു. കൃത്യമായി ദശാംശം കൊടുക്കാനും സാധിച്ചു. ഇതെല്ലാം മാതാവ് എന്നെ കൂടുതലായി വിശ്വാസത്തിൽ വളർത്താനും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് തന്നത് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോ സൗഖ്യം തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് മകൻ്റെ സാക്ഷ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരമ്മ കൂടെയുണ്ട്. അമ്മയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും. ഒരുപക്ഷെ ഈ മകന് വേണ്ടി ഈ മകൾക്ക് ശേഷം പിന്നെ പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മയായിരിക്കണം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സൗഖ്യമെന്നത് ഡോക്ടർമാർ പറഞ്ഞതിനേക്കാളും അപ്പുറം യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ ഒരു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുവാൻ, വേഗം തന്നെ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടിയിലെ വസ്തുക്കളും കൂടുതൽ ഉപയോഗിക്കുകയും ഒപ്പം വ്യക്തിപരമായിട്ട് ആ മകന് തന്നെ ഒരു ദൈവികമായിട്ടൊരു അനുഭവമുണ്ട്. കാരണം അങ്ങനെ ഇത്രയൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് കുർബാന സ്വീകരിച്ച് കുമ്പസാരിച്ചതിന് ശേഷം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ മകനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ടൊരു പക്ഷേ ഈ കുടുംബം ശ്രമിച്ചതിൻ്റെയും ഒരു വലിയൊരു ചൈതന്യം അതിനുണ്ട്. കാരണം അത് ആ കുർബാന സ്വീകരണത്തിന് ശേഷമാണ് ഈ പറയുന്ന മാറ്റങ്ങൾ പലതും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഉടമ്പടിയിലുള്ള അമ്മയുടെ സഹായത്താൽ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുകയും ഈ അൾത്താരയിൽ വന്ന് ഈ മകനോട് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളൊരു വാഗ്ദാനത്തിന് പ്രകാരം ഇന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഒപ്പം ഉടമ്പടിയിലെ ഗൗരവമായുള്ള അടുത്ത സ്റ്റെപ്പാണ്. കാരണം ഓൺലൈൻ ഉടമ്പടിയിൽ എല്ലാ പ്രാവശ്യവും തന്നെ ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അതേറെ പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം അന്ന് കൊറോണ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ക്രമീകരിച്ചതാണ്. പക്ഷേ ഇന്നും ഒരുപാട് പേര് ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് വലിയ അനുഭവങ്ങളുമായിട്ട് ഈ അൾത്താലിൽ വരുമ്പം
മാതാവ് അത്രത്തോളം ഈ പ്രാർത്ഥനയല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ഇവിടെ അത്ഭുതങ്ങളും അടയാളം നടത്തുമ്പോൾ അതെല്ലാം അമ്മയുടെ പ്രത്യക്ഷയോട് ബന്ധപ്പെട്ട. കാരണം ഈ ഇടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു വന്നതും അത് ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് അനുഭവ സാക്ഷ്യങ്ങളായിട്ടാണ് ഇന്ന് ഈ മകൻ്റെ സാക്ഷ്യവും ഒപ്പം എല്ലാ ദിവസവും ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നതും റെക്കോർഡ് ചെയ്യുന്നതുമെല്ലാം. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് ദൈവം നൽകിയ സൗഖ്യത്തിനും ഇപ്പോൾ ഏറ്റവും അവസാനം ചേർത്ത് വെച്ചതുപോലെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനായിട്ട് നൽകിയ ഒരു അവസരമായിട്ട് ഇതിനെ ഈ വ്യക്തി നോക്കിക്കാണുമ്പം അത് തന്നെ കൂടുതൽ കൃപയിൽ വളരുവാനായിട്ടൊരു സാധ്യതയായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം എടുത്തിരിക്കുന്ന ഉടമ്പടി കൂടുതൽ ദൈവാനുഭവത്തിനും വലിയ സൗഖ്യത്തിനും ഒരുപാട് ദൈവകൃപയ്ക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പരിശുദ്ധ അമ്മ വഴി ഈ മകന് ലഭിച്ച എല്ലാ സൗഖ്യത്തിനും ബോധ്യത്തിനും വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. നന്ദി, യേശുവേ സ്തുതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അനു ജെയ്സൺ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2022 നവംബർ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പത്രം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് അലർജി ഉണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും 3 വയസ്സ് മുതൽ എപ്പോഴും തണുപ്പും പൊടിയൊന്നും പറ്റത്തില്ല. അപ്പം പനിയും ചുമയും, രാത്രിയിൽ ചുമയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർത്താതെ ചുമയ്ക്കുകയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ അവളുടെ അലർജി മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് തന്നെ. അപ്പോൾ അവളുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു മരുന്ന് കിട്ടിയപ്പോൾ അത് കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ അലർജി മാറി എന്നൊരു സാക്ഷ്യം വായിക്കാനിടയായി. അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് തന്നെ. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. അവൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അലർജിയുടെ ഒരു പ്രശ്നവും ഇല്ല. അവൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഏകദേശം 4 വർഷത്തോളം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് 7 വയസ്സായി. അവൾക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് 10 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഡിസ്ക് അകലുന്ന പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കുനിഞ്ഞ് നിന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ 4 കിലോയിൽ കൂടുതൽ വെയിറ്റ് എടുത്ത് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല. 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഈ നടുവേദന ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞ് വേണോ എന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ടായിരുന്നു. ഈ നടുവേദനയൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ അന്ന് ഒക്കെയുള്ള വിഷമങ്ങളായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് ഒട്ടും യാത്രയും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരണം, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഒട്ടും സമ്മതിച്ചില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകാൻ 4 മാസമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം യാത്ര ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ അവസാനം എൻ്റെ നിർബന്ധം പ്രകാരം ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് നടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ദൂരം വന്നിട്ടും നടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വലത് കാലിന് വലിച്ചിലുണ്ടായിരുന്നു, നേരെ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അത് മാറിയെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. പിന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുഴുവനും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. 6-ാം മാസത്തിലും അതുപോലെ 7-ാം മാസത്തിലും ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാകുന്ന പോലെ വേദന വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വേദനയില്ല. അവർ ഒരു ഇഞ്ചക്ഷൻ തന്നു വിടും. അങ്ങനെ മോളുടെ ഡെലിവറി സമയത്തും ഇതുപോലെ പെയിൻ ഒന്നും വന്നില്ല. അവർ ട്യൂബ് ഇടുകയും പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുകയും ചെയ്തു. പെയിൻ വന്നു, പക്ഷേ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ വേദന കൊണ്ട് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ട്യൂബ് ഇടണമെന്നാണ് തോന്നുന്നത്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത്, എൻ്റെ കയ്യിൽ കൃപാസനം മാതാവിൻ്റെ കാശ് രൂപം കൊന്തയും ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എനിക്ക് ഇനിയും വേദന സഹിക്കാൻ വയ്യ, നീ ഇടപെടണം, കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരണം എന്ന് പറഞ്ഞ് ആ സമയം തന്നെ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരികയും
ആരും പ്രിപ്പയർ അല്ലായിരുന്നു, ഡോക്ടറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോളെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ തന്നെ വെപ്രാളപ്പെട്ടു പോയി. പെട്ടെന്നായിരുന്നു കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വന്നതും ഡെലിവറി നടന്നതും. അതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് 15 വർഷത്തോളമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതുപോലെ നട്ടെല്ലിന് വേദന ഉണ്ടായിരുന്നു. കുനിഞ്ഞ് ജോലിയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ തലവേദനയില്ല, നടുവേദനയും നട്ടെല്ല് വേദനയൊക്കെ മാറിക്കിട്ടി. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടു. 5 മാസത്തോളം അദ്ദേഹം ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് അദ്ദേഹവും വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിവിടെ 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നു. അങ്ങനെ പുതുക്കാൻ വന്ന സമയത്ത് ഒരു ഡിസംബർ 2-ാം തീയതിയാണ് വന്നത്. അപ്പം എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ അവസരം കിട്ടി. അപ്പോൾ ഞാൻ അച്ഛനെ കാണുമ്പോൾ പ്രാർത്ഥിച്ചത് മുഴുവനും ഹസ്ബൻഡിനൊരു ജോലി കിട്ടണം എന്നായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നേ ആഗ്രഹിച്ചുള്ളൂ. എന്തെങ്കിലും കടയിലാണെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റണേ മാതാവേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ്, അതിന് മുന്നേ എനിക്ക് നീ ഹസ്ബൻഡിനൊരു ജോലി നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി തന്നെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോടതിയിൽ ഒരു പ്രൈവറ്റ് ക്ലർക്കിൻ്റെ ജോലി ഒഴിവുണ്ട് എന്ന് അറിയുകയും അങ്ങനെ ആ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് 2 വർഷത്തോളമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 3ാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ മാർച്ച് 8-ന് വന്നപ്പോഴത്തേക്കും അവളുടെ കാര്യം നിയോഗത്തിൽ വെച്ചു. അപ്പോൾ മാതാവ് നൽകുന്ന കുഞ്ഞാണെങ്കിൽ അത് 7-ാം തീയതി പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ മെയ് 7-ാം തീയതി ഡോക്ടർ നിർദ്ദേശിച്ചു, ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ മെയ് 7-ാം തീയതി അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ എനിക്കുണ്ടായ ദൈവിക അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ 4 തവണ ഈ കൃപാസനവും ആൾത്താരെയും ജോസഫ് അച്ഛനെയും സ്വപ്നത്തിൽ കണ്ടു. ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ടും ജോസഫ് അച്ഛനപ്പോൾ ആൾത്താരയിൽ നിൽക്കുന്നതായിട്ടും കണ്ടു. പിന്നീട് ജോസഫ് അച്ഛൻ എനിക്ക് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ ഒരു വാതിൽ തുറക്കുന്നില്ലല്ലേ, അത് തുറന്നിട്ടുണ്ട്, അതിനെ ഒരിക്കലും അടയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കയ്യിലോട്ട് എന്തോ ഒരു പച്ച സാധനം വെച്ച് തന്നു. പിന്നീട് ജോസഫ് അച്ഛൻ വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നെ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നെ ഈ 2024 ജനുവരി 1-ന് രാവിലെയും ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയും അച്ഛൻ എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞ വഴി, ഒരിക്കലും അടയത്തില്ലെന്ന് പറഞ്ഞ വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ കുഞ്ഞിന് 6 മാസമായപ്പോഴത്തേക്കും ന്യൂമോണിയ വന്നിരുന്നു. അപ്പോൾ അത് വരുന്നതിന് മുന്നേ ഞാൻ അവളെ ഉറക്കിക്കൊണ്ട് കിടന്നപ്പോൾ ഞാനും ഉറങ്ങിപ്പോയി. പക്ഷെ ഉറങ്ങിയെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോഴത്തേക്ക് ഞാൻ വലിയൊരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൽ പുറപ്പാട് എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം ഒരു സ്ത്രീ ശബ്ദം എൻ്റെ വലത് ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്ന പോലെ വന്നു. ആ ശബ്ദം എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയില്ല, അത്രയും മാധുര്യമുള്ളതായിരുന്നു. പക്ഷേ ഒരു ഭയങ്കര ശക്തിയുള്ളതായിരുന്നു ആ ശബ്ദം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെ മനുഷ്യരെ ആശ്രയിക്കുന്നു, സഹനങ്ങൾ കൂടും, പിന്നെ 11 വയസ്സ് വരെ നല്ല ഓർമ്മയും ശക്തിയുമായിരിക്കും, അതിനുശേഷം ജയിലിൽ പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ജയിലിൽ പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പേടിച്ചു പോയി. അപ്പോൾ എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം എൻ്റെ ഇളയ കുഞ്ഞിനെ മരിച്ചു പോകുന്നതായിട്ടും അവൾ പിന്നെ തിരിച്ചെണീറ്റ് വരുന്നതായിട്ടും ചിരിച്ചുകൊണ്ട് എണീറ്റ് വരുന്നതായിട്ടുമാണ് കണ്ടത്. അപ്പോൾ അതും എനിക്ക് മനസ്സിലായൊന്നുമില്ല എന്താ സംഭവം എന്ന്. അന്ന് 11 മണി വരെ അവൾക്ക് നല്ല കളിയും ചിരിയായിട്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് പനി വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും പനി കൂടി ന്യൂമോണിയ ആയി മാറി. വളരെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നു പോയി, ശ്വാസം മുട്ടലായി, ലങ്സിനെ ബാധിച്ചു. അതൊക്കെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എങ്ങനെ പറയണമെന്ന്. അപ്പോൾ
അപ്പം മാതാവ് ഉദ്ദേശിച്ച 11 വയസ്സ് ഉള്ളത് സമയമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. 11 മണി. പിന്നെ ജയിലിൽ പോകുമെന്ന് പറഞ്ഞത് ഹോസ്പിറ്റലായിരുന്നെന്ന് മനസ്സിലായി. 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവളുടെ ഓക്സിജൻ ലെവൽ, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസിൽ പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം എങ്ങനെ പോകും എന്നൊക്കെയുള്ള സങ്കടത്തിലായിരുന്നു. ഓക്സിജൻ ലെവൽ കൂടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ മോളുടെ ദേഹത്തെല്ലാം ഉപ്പ് വിതറുകയും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ആ റൂമിലെല്ലാം ഉപ്പ് വിതറി. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവളുടെ പനിയെല്ലാം വിട്ടുമാറുകയും ഓക്സിജൻ ലെവൽ നോർമൽ ആവുകയും ചെയ്തു. അങ്ങനെ വലിയൊരു രോഗസൗഖ്യം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തന്നെ അവൾ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞു. ആ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു പച്ച മുത്ത് താഴോട്ട് വീണു. എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. മാതാവിൻ്റെ അത്ഭുതമാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അപ്പം ഞാൻ ആ മുത്തെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെട്ടു. എങ്ങനെയാണ് അത്, മുകളിലൊന്നും വീഴാനൊന്നും ഇല്ല. പിന്നെ എങ്ങനെ ആ മുത്ത് എൻ്റെ മുന്നിലോട്ട് വീണു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ പച്ച എനിക്ക് പ്രത്യാശ നൽകുന്നതായിരുന്നു. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എനിക്കെല്ലാത്തിനും ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ ഉടമ്പടി മാതാവ് എൻ്റെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളെയെല്ലാം അല്ലെങ്കിൽ ദുരിതങ്ങളെയെല്ലാം ദൈവസ്നേഹത്തോടെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുത്തെ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കൊണ്ടേ കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊണ്ടേ കൊടുക്കുമായിരുന്നു, വീടുകളിൽ കൊണ്ടേ കൊടുക്കുമായിരുന്നു. ചോദിക്കും മാതാവിന് ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളോടൊപ്പം അതേസമയം തന്നെ ഉണ്ടായ ദൈവികമായിട്ടുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഈ വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉടമ്പടിയിൽ സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളും ഈ അൾത്താരയിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ സ്വപ്നം കാണുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെയും ഒരുപാട് സ്വപ്നങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പം നമ്മളത് ഉടമ്പടിയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ഥിരീകരണമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി ദൈവം നിങ്ങളെ പ്രത്യേകം ഒരുക്കുന്നതായിട്ടാണ്. കാരണം ഈ അൾത്താര കാരണം ഈ അൾത്താരയിൽ നിന്നാണല്ലോ എല്ലാ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ജീവിത പരിവർത്തനത്തിൻ്റെയും ഒക്കെ സാക്ഷ്യങ്ങൾ പറയുന്നതും ആരംഭിക്കുന്നതും അനുഗ്രഹങ്ങൾ. കാരണം ഈ അൾത്താരയുടെ പ്രത്യേകത എന്നതും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അതിന് ഒരുപാട് സ്വപ്നങ്ങളിൽ ഈ അൾത്താര സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴും മാതാവ് ഈ അൾത്താരെ വീണ്ടും നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ അനുഭവത്തിലൂടെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരുപാട് ഡേറ്റിൻ്റെ കാര്യം ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഉടമ്പടിയിൽ ആയിരിക്കുന്നവർക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്ന ഒരാൾക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയതാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് ഇട്ട ഒരു സമയമാണെങ്കിൽ എല്ലാത്തിനും അതിനുള്ളിൽ മാതാവ് ആ കാര്യത്തിനൊരു തീരുമാനം, അല്ല അതിന് മുൻപ് ആ ദിവസത്തിൽ തന്നെ മാതാവ് ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നുണ്ട് എന്ന് ഇവിടെ അനേക സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പം അതും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ യുണീക്കായിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടേണ്ടത് അമ്മയ്ക്ക് സമയത്തിന് മേളിൽ ഒരു അധികാരം ദൈവപിതാവ് നൽകിയിട്ടുണ്ട്. അത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗീയ അപ്പൻ അങ്ങനൊരു അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളിൽ ഒരു വ്യക്തി താനൊരു സമയമിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അത് നടത്തി, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഒരിക്കലും സാധ്യമല്ലാതിരുന്നൊരു കാര്യം എനിക്ക് നടത്തിയെന്ന് പറയണതും, അല്ലെങ്കിൽ മനസ്സിൽ എനിക്കൊരു ഡേറ്റ് തോന്നിയെന്ന് പറയുന്നതും അല്ല എങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ട തീയതികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവുകളായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഏറെപ്രത്യേകിച്ച് ഈ മകൾ ബഹുമാനപ്പെട്ട അച്ഛനെ വ്യക്തിപരം മറ്റൊരു കാര്യത്തിന് കാണാൻ വരുമ്പോഴേക്കും പ്രാർത്ഥിക്കുമ്പം മാതാവിന് കൊടുക്കുന്നൊരു ഡേറ്റ് ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ്. പക്ഷേ മാതാവ് തൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി പെട്ടെന്ന് നൽകുന്ന ഡിസംബർ 7 തീയതിയാണ്. 7 തീയതിയിലെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അത് ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരുനാളിൻ്റെ ദിവസമാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ്. ഒപ്പം മറ്റൊരു സമയത്തും 7 തീയതി തന്നെയാണ് തൻ്റെ സുഹൃത്തിൻ്റെ ഒരു നിയോഗം വെച്ച്. അപ്പം ഇത് എന്തുകൊണ്ട് സാക്ഷ്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയല്ലോ. ഇവിടെ തനിക്കൊരു സുഹൃത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടി വന്ന് ഇവിടെ തൻ്റെ നിയോഗമായിട്ട് സമർപ്പിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു തെളിവ് ആഗ്രഹിക്കുന്നു. മനുഷ്യരായതുകൊണ്ട് ദൈവം
ഈ അടയാളങ്ങളുടെ സ്ഥിരീകരണത്തെ ദൈവം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ. അപ്പോൾ അന്നും ഒരു 7-ാം തീയതിയാണ്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇനി കേൾക്കുന്ന നിങ്ങൾ വിശ്വസിച്ചില്ല, നമ്മൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണ്. അതിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നതും. അതിനുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ച നിറത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം കൃപാസനത്തിൽ നമ്മൾ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണ്. അത് പ്രത്യാശയുടെ നിറമാണ്, ഉടമ്പടിയുടെ നിറമാണ്, ഉൽപ്പത്തി. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഇപ്പോൾ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട നിറങ്ങൾ, സമയം, ഡേറ്റ്, തീയതിയൊക്കെ ഉടമ്പടി എടുത്തൊരു വ്യക്തി അവരുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അനുഭവിക്കുമ്പോൾ മാതാവിൻ്റെ പ്രസൻസും സാന്നിധ്യവുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് വ്യക്തമായിട്ട് ഈ സാക്ഷ്യത്തിലുണ്ട്. പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകി ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾക്കും സ്ഥിരീകരണങ്ങൾക്കും രണ്ടാമത് അതിലേക്ക് നയിക്കുവാനായിട്ട് ഇടവന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം